ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസിച്ച ഒരു മുസ്ലിം അയാൾ നബിതങ്ങളെ കാക്കണേ, റസൂലുള്ളാഹെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നൊക്കെ സാധാരണ പ്രയോഗിക്കാറുള്ളതും വിളിക്കാറുള്ളതുമാണ്. ഈ വിളി അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള വളരെ ന്യൂനാന്യൂനപക്ഷമായ ഒരു ടീം അവർ പറയുന്നത് ഇങ്ങനെ വിളിച്ചാൽ മുശ്രിക്കാവുന്നതാണ്. അതേറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അതിനേക്കാൾ ഏറെ കൗതുകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നവരുടെ ഉപ്പമാര് അല്ലെങ്കിൽ വല്യപ്പമാര് ഈ വിളി വിളിച്ചവരായിരിക്കും. അത് ഇവർക്കും അറിയാം. അപ്പോൾ സ്വന്തം ഉപ്പമാരും വല്യപ്പമാരും അങ്ങനെ പോയി സ്വഹാബത്ത് അടക്കമുള്ള മഹാന്മാരുടെ ലിസ്റ്റ് തന്നെ എടുത്താൽ ഇവിടുന്ന് അങ്ങോളമുള്ള ഈ മുസ്ലിമീങ്ങൾ മുഴുവൻ മുസ്ലിമീങ്ങളല്ല എന്ന വാദമാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. കേരളക്കരയിൽ ഒരു 100 വർഷമായിട്ടേ ഉണ്ടാവുള്ളൂ ഇത്തരത്തിലുള്ള വാദങ്ങൾ കേട്ടു തുടങ്ങിയിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ ടീം വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വാദം വന്നത്. ഇത് ശിർക്കാണ്, അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, നബി തങ്ങളെ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുള്ള ഒരു വാദം ഈ ടീമൊക്കെ വന്നതിന് ശേഷം ഒരു 100 കൊല്ലത്തിന്റെ ഇടയിൽ വന്നതാണ്. അപ്പോൾ ഒരു 100 വർഷമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു പുതിയ വാദം, ഇതിന് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ പൂർവികരിൽ നിന്നോ യാതൊരു തെളിവുമില്ല എന്നതാണ്. ഇനി ഇവർ സാധാരണ നമ്മളോട് ചോദിക്കലുണ്ട്, നിങ്ങൾ വഫാത്തായിപ്പോയ മഹാന്മാരോട് അല്ലെങ്കിൽ മഹാന്മാരോട് അഭൗതികമായ രൂപത്തിൽ സഹായം തേടുന്നതിന് എന്തെങ്കിലും പ്രാമാണികമായിട്ട് തെളിവ് നിങ്ങൾക്കുണ്ടോ എന്ന് തിരിച്ചൊരു അപ്പൊ അങ്ങോട്ട് ചോദിച്ച പോലെ ഇങ്ങോട്ടും ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരുപാട് തെളിവുകൾ പറയാനുണ്ട്, ഹദീസും ഖുർആനും ഒക്കെ പറയാനുണ്ട്. അതിലെ ഒരൊറ്റ തെളിവിനെ കുറിച്ച് മാത്രമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് വലൗ അന്നഹും ഇദ് ളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. സൂറത്തുൻ നിസായിലെ 64-ാമത്തെ വചനമാണ് നാം ഓതിയത്. ഇതിൽ നമുക്കൊന്ന് ആദ്യമായിട്ട് ഇതിൻ്റെ അർത്ഥം വെച്ച് നോക്കാം. വമാ അർസൽനാ മിർ റസൂൽ, ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം ആ പ്രവാചകന്മാരുടെ അനുയായികൾ ആ പ്രവാചകനെ അനുസരിക്കുക എന്ന ലക്ഷ്യത്തിനല്ലാതെ. അഥവാ ഏതൊരു പ്രവാചകനെയും നാം ഇവിടെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ അനുയായി വൃന്ദം ആ പ്രവാചകനെ എന്ത് ചെയ്യണം? അനുസരിക്കണം. ഇത് നമ്മുടെ മൗലമാരുടെ ഭാഷയിൽ പറയുമ്പോൾ ഇത് നെഫിയാണ്. നെഫിയുടെ സിയാഖിൽ ഉണ്ടാകും. അത് സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞല്ല, മൗലമാർക്ക് വേണ്ടി പറഞ്ഞതാണ്. എന്തായാലും ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഏതൊരു പ്രവാചകനെയും ഈ ഭൂമിയിൽ അള്ളാഹു അയച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരുടെ അനുയായികൾ ആ പ്രവാചകനെ പൂർണ്ണമായി എന്തായിരിക്കണം? അനുസരിക്കണം. ഇനി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചത് എങ്ങോട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. മുഴുവൻ മനുഷ്യന്മാരിലേക്കുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചിട്ടുള്ളത്. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. എല്ലാവരിലേക്കും വേണ്ടി അയക്കപ്പെട്ട പ്രവാചകനാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബിതങ്ങളെ ഇപ്പോഴും നാം അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ നബിതങ്ങളെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ തങ്ങൾ പറഞ്ഞതൊക്കെ, തങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങളൊക്കെ സ്വീകരിക്കണം. മനസ്സിലായോ? അതാണ് തുടർന്ന് പറയുന്നത്. വലൗ അന്നഹും, ഈ പ്രവാചകന്മാരുടെ അനുയായികൾ, ഏതൊരു പ്രവാചകന്റെ അനുയായികളും അഥവാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാകുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളും എന്തൊരു തെറ്റ് ചെയ്താലും നബിതങ്ങൾ കൊണ്ടുവന്ന ഏതൊരു കാര്യവും നാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയോ അവിടെ നിന്ന് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ജാഊക, അവർ ആരെ സമീപിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കണം. ഈ ജാഊക എന്ന് പറയുന്ന ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. ജാഊക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്താൽ നബിതങ്ങൾ അരികിലേക്ക് വരണം. ആരാ വരേണ്ടത്? നബിതങ്ങളുടെ കാലഘട്ടത്തിലുള്ളവർ മാത്രമാണെന്ന് പറയുന്നത് ലോകത്തെ വിശുദ്ധ ഖുർആനെ കുറിച്ച് ABCD അറിയാത്ത ഒരാളെ പറയുള്ളൂ. കാരണം എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആൻ ആർക്ക് വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതല്ല, സഹാബത്തിന് വേണ്ടി മാത്രമല്ല. പ്രത്യേകിച്ച് ഈ ആയത്താകുമ്പോൾ ഇത് ഏതൊരു പ്രവാചകനെയും അയച്ചിട്ടുള്ളത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ തീർച്ചയായും എല്ലാ ആളുകളും ഇതിൽ കടന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ആരും നബിതങ്ങൾ അരികിലേക്ക് വരണം. ഫസ്തഗ്ഫറുല്ലാഹ, എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം നടത്തണം. വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അവർക്ക് വേണ്ടി ആ പ്രവാചകൻ പാപമോചനം നടത്തുകയും ചെയ്യും. എന്തിനാണ് അവർ അങ്ങയുടെ അരികിലേക്ക് വന്നിട്ടുണ്ടാവുക? അതിന്റെ മറുപടിയാണ് എന്ത്? എന്നുള്ളത്. മനസ്സിലായ? ഈ ജാഊക, നബിയുടെ അരികിലേക്ക് അങ്ങയുടെ തെറ്റ് ചെയ്ത ഉമ്മത്ത് വന്നിട്ട് എന്താ ഒരു ചോദിച്ചിട്ടുണ്ടാവുക? നബിയെ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങൾക്ക് വേണ്ടി
ഇർതഖബ്തു അലൽ ഖതാ ഗൈറ ഹസ്വരിൻ വഅദദ്. അപ്പോ ജാഊക നബിയുടെ അരികിലേക്ക് വരികയും നബി ഞങ്ങളോട് എന്ത് പറയും ചെയ്യാ? ഞങ്ങൾക്ക് പൊറുക്കലിനെ തടുത്തരണം, തെറ്റ് പറ്റിപ്പോയി, അങ്ങൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് ശുപാർശ ചെയ്യണം. അതാണ് അതിന്റെ ആശയമെന്ന് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ എന്ന പദത്തിൽ നിന്ന് വ്യക്തമാണ്. ഇനി ഇങ്ങനെ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുന്നവർ ഈ ജാഊക എന്നുള്ള പദം എന്തിനു വിശുദ്ധ ഖുർആനിൽ കൊണ്ടുവന്നു എന്നതിന് മറുപടി പറയണം. അതെ, തങ്ങളടുത്ത് വരുന്നതിന് പ്രത്യേകതയില്ല, അല്ലെ തങ്ങളടുത്ത് പോകരുത്, തങ്ങളെ ലക്ഷ്യം വെച്ച് പോകരുത് തന്നെ വലിയൊരു തെറ്റാണ്. ഇവിടുന്ന് ദുബായിലേക്കും ഗൾഫിലേക്കും അമേരിക്കയിലേക്ക് വരെയും ടിക്കറ്റ് എടുത്ത് പോകുന്ന ആളുകൾക്ക് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ അരികിലേക്ക് ചെല്ലാൻ ബുദ്ധിമുട്ടാണ്. അത് മാത്രം ഒരു ഹറാം. അതാണ് പിന്നെ മുല്ലാലിൽ കരിയൊക്കെ പറഞ്ഞ കാണാം. വഖദ് അഫ്റത ഒരു ചെയ്തത് ഭയങ്കര മോശത്തരം തന്നെയാണ്. അത് കുറച്ച് സാധാരണ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങളുടെ അടുത്തേക്ക് പോലും മാത്രം ഹറാമാണെന്ന് എങ്ങനെയാ പറയാ? അവിടെ സിയാറത്ത് പോൽ നമ്മൾ വളരെ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ദുആ ചെയ്യുന്നതൊക്കെ. ഈ ജാഊക എന്ന വിഷയം പറഞ്ഞല്ലോ, അവിടെ മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി തഫ്സീറുൽ കബീറിൽ പറഞ്ഞതാണ്, വഅന്നഹും ഇദാ ജാഊഹു ഫഖദ് ജാഊ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് മുഅ്മിനീങ്ങൾ പാപം ചെയ്തു പോയിട്ട് വന്നാൽ ഫഖദ് ജാഊ മൻ ഖസ്സഹുല്ലാഹു, അവർ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് വിശദീകരിക്കുകയാണ്. മൻ ഖസ്സഹുല്ലാഹു ബിരിസാലതിഹി വഅക്രമഹു ബിവഹീഹി വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലത്ത് കൊണ്ട് വലിയ മഹത്വം ലഭിച്ച ആളാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല വഹി കൊണ്ട് ആദരിച്ച ആളാണ്. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഒരു മധ്യവർത്തിയാണ്. മധ്യവർത്തി വേണ്ട എന്നാണ് പലരും പറഞ്ഞു വന്നത്. റാസി ഇമാം ഈ ജാഊക വിശദീകരിക്കുമ്പോൾ, ഈ ജാഊക നമ്മൾ ഈ ചർച്ച ചെയ്ത ആയത്തിലുള്ള ഈ ജാഊക തന്നെ വിശദീകരിക്കുമ്പോൾ പറയുന്നത് ജാഊക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധ്യവർത്തിയാണ്. എന്നിട്ട് റാസി ഇമാം തുടർന്ന് പറയാണ്, വമൻ കാന കദാലിക ഫഇന്നല്ലാഹ ലാ യഖ്ദു ശഫാഅതഹു. ഇത്രയൊക്കെ മഹത്വമുള്ള ഒരാളുടെ ഷഫാഅത്ത് അല്ലാഹു തആല തട്ടില്ല. ഈ ആയത്തിൽ ഫസ്തഗ്ഫിറുല്ലാഹ എന്ന് പറഞ്ഞിട്ട് പിന്നെ വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്ന ആ ഒരു വാക്കിന്റെ ആവശ്യം ഉണ്ടാകുമോ ഈ സലഫി ചിന്ത അനുസരിച്ച്? ഇല്ല. കാരണം റസൂൽ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാന്നുള്ളത് ഒരു ഉപാധിയായിട്ട് പരിശുദ്ധ ഖുർആൻ പറയാം. അപ്പൊ നമ്മുടെ പാപങ്ങൾ, എന്നിട്ട് അല്ലാഹു തുടർന്ന് പറയാണ് ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അഥവാ 3 നിബന്ധനകൾ ഇവിടെ വെക്കുകയാണ്. 3 നിബന്ധന. ഒന്ന്, മുത്തു നബിയുടെ അരികിലേക്ക് പോകണം. ഒരു സലഫി മൈൻഡുള്ള ഒരാൾക്ക് കഴിയാത്ത നിബന്ധന. ഫസ്തഗ്ഫിറുല്ലാഹ, അള്ളാഹുവിനോട് പാപമോചനം നടത്തുന്നു. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, പുണ്യപ്രവാചകൻ അവർക്ക് വേണ്ടി പാപമോചനം നടത്തണം. ഇപ്പോൾ ഇതുവരെ വിശദീകരിച്ചതിൽ നമുക്ക് വ്യക്തമായത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സുന്നികൾ എന്ന് പറയുന്ന വിഭാഗം, അത് അവർ പറയുന്ന ആശയം 100% കറക്റ്റാണ് എന്ന് ഈ ആയത്ത് ചിന്തിക്കുന്ന ഏതാൾക്കും ബോധ്യപ്പെടും. തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ പറഞ്ഞല്ലോ ചുരുങ്ങിയൊരു വിഭാഗം ഇത് നബിതങ്ങളെ വിളിക്കാൻ പാടില്ല, ബദരീങ്ങളെ എന്ന് പറയാൻ പാടില്ല, അവരെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അതൊക്കെ പാടില്ല എന്ന് പറഞ്ഞാൽ കറാത്തെന്നല്ല, മറിച്ച് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ് അയാൾ. അത് ഭയങ്കര ഗൗരവമുള്ളൊരു സംസാരമാണ്. ഇതാണ് അല്ല, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ് വാദം. അത് പൂർണ്ണമായും തെറ്റാണെന്ന് ഈ ആയത്തിൽ നിന്ന് ബോധ്യമെന്നാണ്. ഖുർആനിന് പരിചയമില്ലാത്ത വാദമാണെന്ന് വ്യക്തം. അതെ അതെ. ഇനി നമുക്ക് ഇതിന്റെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ചെറിയ ചിന്താഗതിക്കാരായ സലഫികൾ ചോദിക്കും, ഇതിന് മുഫസ്സിരീങ്ങൾ എന്ത് പറഞ്ഞു? ഇതൊക്കെ നിങ്ങളുടെ വിശദീകരണമല്ലേ? നമ്മളിപ്പോ ഓരോ പദങ്ങൾ എടുത്ത് നമ്മൾ വിശദീകരിച്ച് പറയാണല്ലോ. പക്ഷെ ഇതിന്റെ ഒരൊറ്റ പദത്തിന്റെ അർത്ഥം നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടില്ല. നേരെ ഖുർആന്റെ വചനം പറഞ്ഞതാണ്. ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, തഫ്സീറിന്റെ ലോകത്തേക്ക്, ഈ ആയത്തിന്റെ തഫ്സീറിന്റെ ലോകത്തേക്ക് ഒരു സലഫിക്കും ഒരു സലഫി ചിന്താഗതിക്കാരനും കാലെടുത്ത് വയ്ക്കാൻ പറ്റില്ല. അതേറെ രസം. കാരണം ഈ ആയത്തിന്റെ തഫ്സീറിലേക്ക് പോയാൽ ഈ ചിന്താഗതിക്കാർ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന തഫ്സീർ ഇബ്നു കസീറിന്റെ തഫ്സീറാണ്. അതില് വഖൗലുഹു വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും അല്ലായ, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയാണ്, യുർഷിദു തആല അൽ ഉസ്വാത വൽ മുദ്നിബീൻ, കുറ്റവാളികൾ, തെറ്റു ചെയ്ത ആളുകളെ അല്ലാഹു തആല അവരെ നയിക്കുകയാണ്. ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഇസ്യാൻ, കുറ്റവാളികളിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം, അവരിൽ നിന്ന് സംഭവിച്ച പിഴവ്, അബദ്ധം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അവർ ചെയ്യേണ്ടത്? അള്ളാഹു നയിക്കുന്നത് അയ്യഉതു ഇല റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യപ്രവാചകൻ നബി തങ്ങളുടെ അരികിലേക്ക് വരണം. വന്നാൽ മാത്രം പോരാ, ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, അവരുടെ നബി തങ്ങളുടെ അടുക്കൽ വെച്ച് അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? പൊറുക്കലിനെ തേടണം. പുണ്യപ്രവാചകന്റെ റൗദാ ഷരീഫിന്റെ അടുക്കൽ പോയിട്ട് എന്ത് ചെയ്യണം? പൊറുക്കലിനെ തേടണം. അങ്ങനെ വല്ല പ്രത്യേകത ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിന് ഔട്ടാണ് എന്ന് പറഞ്ഞവരുടെ വാദം പൊളിഞ്ഞു പോവുകയാണ്. ഇബ്നു കസീറിന്റെ ഇത് വായിക്കലോട് കഴിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മൾ അടിവരയിടേണ്ടത്. വയസ് അലൂഹു, ആ നബി തങ്ങളോട് ഈ തെറ്റ് വന്നുപോയ ആളുകൾ ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? അയ്യസ്തഗ്ഫിറ ലഹും, അല്ലാഹു തആല
അവർക്ക് എന്ത് ചെയ്യാൻ പുറത്തു കൊടുക്കണമെന്ന് ആരോട് ചോദിക്കണം? നബിതങ്ങളോട് ചോദിക്കണം. അപ്പോൾ അങ്ങനെ അർത്ഥം വെക്കുമ്പോ ഈ യസ്അലൂഹു എന്ന വാചകം പറഞ്ഞല്ലോ, അതെ അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ ചോദിക്കണം എന്ന്. ലഫികൾക്ക് ഒരു വകുപ്പും ഇല്ല ഈ ഇബ്നു കസീറിനെ തള്ളാൻ. അതുകൊണ്ട് അവര് യസ്അലൂഹു എന്നതിന് അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് വെച്ച് കാണാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് പരമ അബദ്ധമായി പോകും ഇതിന്റെ അർത്ഥം. യസ്അലൂഹു അള്ളാഹുവിനോട് ചോദിക്കണം. എന്ത് ചോദിക്കണം? അയ്യസ്തഗ്ഫിറ, അള്ളാഹു പൊറുക്കല്ല ചോദിക്കാൻ. അള്ളാഹ് ആരോട് പൊറുക്കല്ല ചോദിക്കുക? അപ്പൊ അങ്ങനെ അർത്ഥം വെക്കുക. ഇത് എനിക്കൊരു അനുഭവമുണ്ട്. ഞാനിത് ഒരു സലഫിയായിട്ട് സംവദിക്കുന്ന സമയത്ത് ഈ ആയത്തോതി ഈ ഇബ്നു കസീറിന് ഉദ്ധരണി വായിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് യസ്അലൂഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നതെന്നാ. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ അയ്യസ്തഗ്ഫിറന്റെ അർത്ഥം എന്താ? അയ്യഗ്ഫിറന്നല്ല, അയ്യസ്തഗ്ഫിറ എന്ന് പറഞ്ഞാൽ പൊറുക്കലിനെ തേടാൻ ചോദിക്കണം, ആവശ്യപ്പെടണം എന്നാണ്. അള്ളാഹുവിനോട് ആരെങ്കിലും അള്ളാഹുവേ നീ എനിക്ക് പൊറുക്കലിനെ തേടാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നോട് അങ്ങനെ പറയോ? അത് മഹാവിഡ്ഢിത്തരായിപ്പോ. എന്തായാലും ആ ഭാഗം അടിവരടണം. അപ്പൊ എന്നിട്ട് പറയാണ് അപ്പൊ ഇബ്നു കസീർ പറയാ, തെറ്റ് സംഭവിച്ചാൽ പ്രവാചകന്റെ അരികിലേക്ക് വരണം, അള്ളാഹുവിനോട് ആ പ്രവാചകന്റെ അരികിൽ വെച്ചുകൊണ്ട് പൊറുക്കലിനെ തേടണം, ആ പ്രവാചകനോട് പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെടുകയും വേണം. ഇത് ആരോടാ പറയുന്നത്? വമാ അർസൽനാ മിർ റസൂൽ ഇല്ലാ ലിയുതഅ എന്ന് പറയുന്ന ആളുകളോടാ പറയണത്. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാൻ വേണ്ടി അയക്കപ്പെട്ടിട്ടുള്ള നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെ ഈ ഭൂമിയിലുണ്ടോ അവരൊക്കെ നമ്മൾ ആ കൂട്ടത്തിൽ പെടുന്നുണ്ട് എന്നാണ് നമ്മൾ വാദിക്കുന്നത്. ഇനി അങ്ങനെയല്ല, വമാ അർസൽനാ മിർ റസൂൽ എന്ന ഈ ഖുർആനിന്റെ ആദ്യത്തെ വചനത്തിൽ ഞങ്ങൾ പെടൂല എന്ന് പറയുന്നവരാണ് ഈ വാദക്കാരെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെ പറയട്ടെ, റസൂലുള്ളാഹിനെ ഞങ്ങൾക്ക് അനുസരിക്കുക എന്നുള്ള ഞങ്ങളുടെ ബാധ്യതയല്ല എന്ന് പറഞ്ഞു വരികയാണെങ്കിലേ ബാക്കി ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ആ ഖുർആനിൽ ആദ്യ വചനം അവർ ഒഴിവാക്കേണ്ടി വരും. അതെ 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 അതെ. ഈ ഇബ്നു കസീറിന്റെ വിശദീകരണത്തിൽ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ ഈ വിഷയം ബോധ്യപ്പെടാം. അതെ, ഇപ്പോ ഇത് വഫാത്തായി പോയവരോടല്ല, ഇബ്നു കസീറിന്റെ ഈ പറച്ചിലൊക്കെ ജീവിച്ചിരിക്കുന്നവരോടാണ് എന്ന് ചിലപ്പോൾ പറയാറുണ്ട്, വരുത്തി തീർക്കാൻ ശ്രമിക്കലുണ്ട്. അതിനെതിരാകുമെന്നാണ് ഉസ്താദ് പറയുന്നത്. അതിന് ശേഷം ആയിക്കോട്ടെ, നമുക്ക് എന്താ നോക്കാം. وقد ذكر جماعة منهم الشيخ أبو النصر بن الصباغ في كتابه الشامل الحكاية المشهورة عن العتبي قال كنت جالسا عند قبر النبي صلى الله عليه وسلم. عتبية തൊട്ടുള്ള റിപ്പോർട്ട് പറയാണ് റളിയല്ലാഹു അൻഹു, كنت جالسا عند قبر النبي صلى الله عليه وسلم, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. فجاء أعرابي, അപ്പോൾ അവിടെ ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട് فقال, അദ്ദേഹം പറഞ്ഞു, السلام عليك يا رسول الله, അല്ലാഹുവിന്റെ റസൂലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം ചൊല്ലി. എന്നിട്ട് പറയാണ്, അദ്ദേഹം ഈ ആയത്ത് ഓതാണ്, അതായത് ഉതുബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അവിടെ റൗള ഷരീഫിന്റെ അടുത്ത് അവിടെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്താണ് ഈ അറാബി വരുന്നത്. അറാബി അവിടുന്ന് സമീഅത്തുല്ലാഹ് സലാം ചൊല്ലിയിട്ട് ആ അറാബി പറയുന്ന ഉതുബി കേൾക്കുകയാണ്. സമീഅത്തുല്ലാഹ് യഖൂൽ, അറാബി പറയാണ്, അല്ലാഹു തആല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ആയത്ത്? വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന ആയത്ത് ഓതിയിട്ട് ആ അറാബി പറയാണ്, വഖദ് ജിഅ്തുക, നിശ്ചയമായി ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു എന്ന്. ആരോട് പറയാം? ജിഅ്തുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് പറയാണ്. വഖദ് ജിഅ്തുക, നബിയെ അങ്ങയുടെ അരികിലേക്ക് ഞാൻ വന്നിരിക്കുന്നു. റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് നേരെ സംസാരിക്കാം. ഇവരുടെ ഭാഷയിൽ പച്ചയായ ശിർക്കിന്റെ വാക്കാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ ലിദംബി, എന്റെ പാപം പൊറുക്കാൻ അങ്ങ് ആവശ്യപ്പെടണമെന്ന നിലയ്ക്കും മുസ്തശ്ഫിഅൻ ബിക, അങ്ങയോട് ശുപാർശ തേടുന്നവനായ നിലക്കും, ഇലാ റബ്ബി, ആരിലേക്ക്? എന്റെ റബ്ബിലേക്ക് അങ്ങയെ കൊണ്ട് ശുപാർശ തേടുന്നവനായ നിലക്കും. ഇനി അവിടുന്ന് തുടർന്ന് ആ അറാബി പാടുന്നൊരു ബൈത്ത്, അത് ഞാൻ നോക്കിയപ്പോൾ എത്രത്തോളം ഇമാമികളാണ് ആ ബൈത്ത് എടുത്ത് ഉദ്ധരിച്ചത്. ഏതെങ്കിലും ഒരു ഇമാം അത് പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഉദ്ധരിക്കും ഇൻഷാ അല്ലാഹ്, ഏതെങ്കിലും ഒരു ഇമാം ഇതൊരു കുഫറാണ്, ശിർക്കാണ്, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, നബി തങ്ങളുടെ അടുത്ത് പോയി പാടരുത്, അങ്ങനെയല്ല പറഞ്ഞത്. മറിച്ച് ഇമാമിങ്ങൾ മുഴുവൻ പറയുന്നത് ഈ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയി പാടണം എന്ന് പറഞ്ഞവരുണ്ട്. അതെ അതെ അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഡയറക്റ്റ് വിളിക്കുകയാണ്, യാ ഖൈറ മൻ ദുഫിനത ബിൽ ഖാഇ അഅദുമുഹു, മദീനയിൽ മറവിയപ്പെട്ടവരിൽ ഏറ്റവും ഖൈറായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അക്മു, തങ്ങളെ മറവ് ചെയ്തതുകൊണ്ട് ഈ രാജ്യം മുഴുവൻ പുണ്യഭൂമിയായി പോയി നബിയെ. നഫ്സിൽ ഫിദാഉ ലിഖബരിൻ അൻത സാകിനുഹു, തങ്ങളെ ഖബറിൽ എൻ്റെ ശരീരം ഞാൻ സമർപ്പിക്കുന്നു നബിയെ. ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു, ഫീഹി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലാണെങ്കിലും അവിടുന്ന് ഔദാര്യവും സംഭാവനയും തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള കവചവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പം നബി തങ്ങളോട് വിളിച്ച് ചില ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ ഉന്നയിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരില്ല. പണ്ഡിതന്മാരില്ല എന്ന് മാത്രമല്ല, ഇത് ഉദ്ധരിച്ച പണ്ഡിതന്മാരാണ് തീർത്തും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സംഭവം ഇപ്പോൾ പച്ചയായ ഇവരുടെ ഭാഷയിൽ, സലഫികളുടെ ഭാഷയിൽ ഷിർക്കാണെന്ന് ആരോപിക്കുന്ന ഈ സംഭവം, ഇത് ഷിർക്കല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സലഫി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ നോക്കൂ,
ഈ സംഭവം ഇബ്നു കസീർ പച്ചയായിട്ട് പറയാം. പറഞ്ഞതിന് ശേഷം എന്നാ ഈ സംഭവം ഇത് മൗലു ആണെങ്കിൽ അദ്ദേഹം മൗലു ആണെന്ന് പറയണം. അല്ലെങ്കിൽ ഇത് ഷിർക്കാണെങ്കിൽ അദ്ദേഹം ഈ കിതാബിൽ അടുപ്പിക്കുകയും ചെയ്യാൻ പാടില്ല. അതെ അതെ. അല്ലെങ്കിൽ ഇതിനെ ഇൻകാർ ചെയ്യണം. ഒരു സംഭവം അങ്ങനെ തന്നെ എടുത്ത് ഉദ്ധരിച്ചിട്ട് അതിനെ എതിർക്കാതെ അതിനെ നിരസിക്കാതെ ഇബ്നു കസീർ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇബ്നു കസീർ ഇത് അംഗീകരിച്ചു എന്ന് തന്നെയാണ്. ഇത് നമ്മളെ വകയല്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പോകുന്നത് സലഫികൾ പിളരുന്നതിന് മുമ്പ് ഒരുപാട് കഷ്ണങ്ങളായി മാറിയിട്ടുണ്ട്. അതിൽ ഔദ്യോഗികമായിട്ട് 3 വിഭാഗമായിട്ട് ആയിട്ടുണ്ട്. പിന്നെ അത് തന്നെ ചിന്നിച്ചിതറി 8ഉം 10ഉം 16ഉം ഇപ്പൊ ലാസ്റ്റ് അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ എടുത്ത് 2 വട്ടം പോയാൽ മുശ്രിക്കാവും. അതുപോലെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഷിർക്കാവും. അതുപോലെ വാക്സിൻ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓരോരുത്തർക്കും തോന്നുന്ന ഷിർക്കിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മാറി മാറി പോകുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും ഇവരെല്ലാം പിളരുന്നതിന്റെ മുമ്പ് പുറത്തിറക്കിയ ഖുർആന്റെ വെളിച്ചം എന്ന് പറയുന്ന പുസ്തകം, അതിൽ ഇബ്നു കസീറിനെ പരിചയപ്പെടാം. ഇബ്നു കസീറിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, മരണം 774. എന്നിട്ട് പണ്ഡിതന്മാർ ഏറ്റവും ആധികാരികമെന്ന് അംഗീകരിക്കുന്ന ഗ്രന്ഥം അതിബൃഹത്താണ്. ഇതിങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഇബ്നു കസീർ. ചരിത്ര ഗ്രന്ഥമായ ബിദായ വന്നിഹായും തഫ്സീറുമാണ് ഇവയിൽ പ്രസിദ്ധമായത്. ഹിജ്റ 774 അദ്ദേഹം അന്തരിച്ചു. ഗുരുനാഥൻ ഇബ്നു തൈമിയയുടെ ഖബറിനു സമീപം മറമാടപ്പെടുകയും ചെയ്തു. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇബ്നു തൈമിയയുടെ ഖബറിന്റെ സമീപത്ത് എന്തോ ഒരു ബർക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടാണോ എന്നറിയില്ല. പക്ഷെ അത് ചെറുക്കാം ഓട്ടെ. എങ്ങനെ പോയാലും വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയാണ് സലഫിസം എന്ന് പറയുന്നത്. ആയിക്കോട്ടെ. എന്നിട്ട് പറയാം, തഫ്സീറിലെ വിവരണ രീതി വളരെ ആകർഷണീയമാണ്. പിളരുന്നതിന് മുമ്പ് എല്ലാവരും അംഗീകരിച്ച ഒറ്റക്കെട്ടായിരുന്ന കാലഘട്ടത്തിൽ എഴുതി വെച്ചതാണ്. വകുപ്പൊന്നുമില്ല. എന്നിട്ട് പറയാം, വിശദീകരണം നൽകുന്ന മറ്റു ആയത്തുകൾ ഉദ്ധരിക്കുന്നു, അഥവാ ഒരു ആയത്തിന് മറ്റു ആയത്തുകളെ കൊണ്ട് വിശദീകരണം നൽകുന്നു, ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്നു എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് ഉദ്ധരിക്കുന്നു. ശേഷം സഹാബിമാരുടെയും താബികളുടെയും വ്യാഖ്യാനങ്ങൾ എല്ലാം ഉദ്ധരിച്ച് സഹിഹായത് ഏതാണെന്ന് പ്രസ്താവിക്കുന്നു എന്നത് വളരെ സഹായകരമായ ഒരു രീതിയാകുന്നു. ഇനി പറയാൻ പോകുന്നത് പ്രത്യേകം അടിവരയിടണം. അതാണ് തന്റെ മുൻഗാമികളായ ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തിം, ഇബ്നു അത്തിയ മുതലായവരുടെ അഭിപ്രായങ്ങളും അദ്ദേഹം ഉദ്ധരിക്കുന്നു. യോജിക്കാൻ കഴിയാത്തവയെ വിമർശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഉദ്ധരണി ഉദ്ധരിച്ചിട്ട് ഇബ്നു കസീറിന് അതിന് യോജിപ്പില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനെ വിമർശിക്കും. ഈ ചരിത്രം നമ്മൾ ഉദ്ധരിച്ചിട്ട് ഇബ്നു കസീർ വിമർശിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല. അപ്പോ അദ്ദേഹം എന്താകുന്നില്ല, ഇതിനോട് വിയോജിക്കുന്നില്ല. എന്നിട്ട് പറയാം, തഫ്സീർ എങ്ങനെ ആയിരിക്കണമെന്ന് ഇബ്നു തൈമിയയുടെ വീക്ഷണത്തോട് നീതി പുലർത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടെ ശ്രദ്ധേയമാണ്, അടിവരയിടണം. ഇസ്രായേലി കഥകൾ മുഴുവൻ ഉദ്ധരിച്ച ശേഷം ഇവ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നതിനാൽ വായനക്കാരൻ അബദ്ധത്തിൽ പെടാതെ പോകുന്നു. അഥവാ ഈ കെട്ടുകഥകൾ എങ്ങാനും ഇതിൽ കൊണ്ടുവരികയാണെങ്കിൽ ഉടനെ തന്നെ എന്ത് പറയും, ഇത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പ്രസ്താവിക്കും. ഇതിന്റെ ശേഷം അങ്ങനെ പ്രസ്താവിച്ചിട്ടില്ല. അപ്പൊ ഇത് കെട്ടുകഥയാണ് എന്ന വകുപ്പിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പെടുത്താൻ പറ്റൂല. ഇത് കെട്ടുകഥയൊന്നുമല്ല. ലോക മുസ്ലിം അയിമ്മത്തുകൾ ഇത് സ്വീകരിക്കുന്നതാണ് എന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അത് ഇബ്നു കസീറിനെ വെച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. ചുരുക്കത്തിൽ ക്രോഡീകൃത തഫ്സീറുകളിൽ ഏറ്റവും നല്ല തഫ്സീർ ഇബ്നു കസീറിൻ്റെതാണ്. ഈ തഫ്സീറിന് സമമായി മറ്റൊരു തഫ്സീർ എഴുതപ്പെട്ടിട്ടില്ല എന്ന് സുയൂത്തിയും സർഖാനിയും പറഞ്ഞിട്ടുണ്ട്. ഇത് സലഫികൾ പിളരുന്നതിന്റെ മുമ്പുള്ള ഖുർആന്റെ വെളിച്ചം എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത വചനങ്ങളാണ്. ഇത് ഈ സംഭവം നമ്മൾ പാടി വെച്ച ബൈത്ത് അയ്തുബിയുടെ ആ സംഭവം, യാ ഖൈറ മൻ ദുഫിനത ബിൽ ഖായാദുഹു എന്ന് പാടിയല്ലോ, അത് ഉദ്ധരിച്ച ചുരുങ്ങിയ ചില മഹാന്മാരെ നമുക്ക് പറയാം. ഇതിപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് 20, 40, 50 കിതാബുകൾ ഒറ്റയിരുത്തത്തിൽ വായിക്കാൻ പറ്റും. അതെ, നമ്മൾ ഓൾറെഡി പിന്നെ നോക്കി വെച്ച കിതാബുകൾ തന്നെ ഉണ്ട്. നമ്മൾ നോക്കാത്തതും കാണാത്തൊക്കെ ഒരുപാട് കിതാബുകൾ വേറെ ഒരുപാടുണ്ട്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് സ്ക്രീനിൽ ഈ കിതാബുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് പ്രസിദ്ധീകരിക്കാം. ഈ സംഭവം ഉദ്ധരിച്ചിട്ടുള്ള ലോക മുസ്ലിമീങ്ങളുടെ അനിഷേധ്യരായ പൂർവ്വസൂരികളായ ഇമാമിങ്ങളുടെ പേരും അവരുടെ 45ഓളം വരുന്ന കിതാബുകളുടെ പേരും പേജ് നമ്പറുമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നബിതങ്ങളുടെ വഫാത്തിന് ശേഷം ഒരാൾ വന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, നബിതങ്ങളോട് നേരിട്ട് വിളിച്ച് സഹായം തേടുന്ന ഈ സംഭവം ഇത്രയും അധികം പണ്ഡിതന്മാർ അവരുടെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, ഫിഖ്ഹി ഗ്രന്ഥങ്ങളുണ്ട്, ഒരുപാട് ശറഹിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, പല കിതാബുകൾ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും എന്തായിട്ട് ഉദ്ധരിക്കുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. ഈ ആയത്ത് വഫാത്തിന് ശേഷവും മുത്തു നബിയോട് ശഫാഅത്ത് ശുപാർശ തേടാനും പാപമോചനം തേടാൻ വേണ്ടി ആവശ്യപ്പെടാനുമുള്ള തെളിവാണ് ഈ ആയത്ത് എന്നതുകൊണ്ടാകണമല്ലോ ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ സർവ്വ മുഫസ്സിരീങ്ങൾ ഉദ്ധരിച്ചത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു സംഭവം ഉദ്ധരിച്ചു, അയ്തുബിയുടെ സംഭവം. സാധാരണ ഒരു സംഭവം ഉദ്ധരിക്കുമ്പോൾ പിന്നെ അത് അതിനൊരു ആധികാരികത കുറെ കിതാബുകളിൽ പറഞ്ഞു എന്നുള്ളത് നമ്മൾ ഇവിടെ പിന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിന് പുറമെ ഈ സംഭവം ഒരു ആധികാരികമായ സംഭവമാണ്,
അങ്ങനെ തന്നെ ഏതെങ്കിലും ഇമാമികൾ പറഞ്ഞിട്ടുണ്ടോ? അതെ അതെ, അത് സാധാരണ സലഫികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ഇത്രയും അധികം ഇമാമിങ്ങൾ അവരെ കിതാബിൽ ഉദ്ധരിക്കുക എന്നുള്ളത് തന്നെ ഇതിന്റെ ഒരു ആധികാരികതയാണ്. കാരണം ഇത് ശിർക്കാണെങ്കിൽ അവർ ഉദ്ധരിക്കില്ല. അതിന് പുറമെ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, നവവി ഇമാമിനെ തള്ളിയിട്ട് ഇവിടെ ഒരു മുസ്ലിമിനും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആദർശം പറയാൻ പറ്റില്ല. കാരണം എല്ലാ വിഷയത്തിലും, കർമ്മശാസ്ത്രത്തിലായാലും ഹദീസിലായാലും ഏത് വിഷയവും എടുത്തു നോക്കിയാൽ ആരുണ്ടാവും? നവവി ഇമാം ഉണ്ടാവും. നവവി ഇമാം ഇല്ലാത്ത ഒരു അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ ഉണ്ട് എന്ന് ആരും വാദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞതായിരിക്കും നമുക്കിവിടെ പറയാൻ ഏറ്റവും സ്വീകാര്യമായ തെളിവ്. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ശറഹുൽ മുഅദ്ദിബിൽ പറയുന്നുണ്ട്, അദ്കാറിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഇലാഹിൽ അവിടുത്തെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ ശറഹുൽ മുഅദ്ദിബിൽ ഇബാറത്ത് നമുക്ക് വായിക്കാം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു റൗള ഷരീഫിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മൾ എന്ത് പറയണം, മുത്തുനബിയോട് നമ്മൾ എന്താണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുക. വമിൻ അഹ്സനി മാ യഖൂൽ, അവിടെ പോകുന്ന ആൾ പറയാൻ ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും നല്ല വാക്ക് അഹ്സൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ അർത്ഥം. ഇനി അതിനേക്കാൾ ബെറ്റർ ആയൊന്നും പറയാനില്ല. ഏറ്റവും നല്ല വാക്ക് മഹകാഹുൽ മാവറദി വൽ ഖാദി അബു ത്വയ്യിബ്, മാവറദി ഇമാമും ഖാദി അബു ത്വയ്യിബും വസായിറു അസ്ഹാബിന, നമ്മുടെ മറ്റുള്ള പണ്ഡിതന്മാരും എല്ലാവരും ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. ആ സംഭവം പറയാൻ ആരെ തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്? അനിൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹിനെ തൊട്ട് ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. ആ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം അത് നല്ലതാണോ മോശമാണോ അതാണല്ലോ വിഷയം. അതിനെക്കുറിച്ച് ഇമാം നവവി തങ്ങൾ പറയാണ് മുസ്തഹ്സിനീന ലഹു, ഈ ഉദ്ധരിച്ചവർ മുഴുവനും മാവറദിയും അബു ത്വയ്യിബും മറ്റ് എല്ലാ ഇമാമിങ്ങളും ഇതിനെ നല്ലതായി കണ്ടുകൊണ്ടാണ് ഉദ്ധരിക്കുന്നത്. അപ്പൊ അത് ആ വേർഡ് നോട്ട് ചെയ്യേണ്ട വേർഡാണ് മുസ്തഹ്സിനൻ ലഹു. അതൊന്ന് നവവി ഇമാം അതിനെ നന്നായി കണ്ടു എന്ന് മാത്രമല്ല എല്ലാവരും അതിനെ നന്നായി കാണും. ഈ മുസ്തഹ്സിനൻ എന്ന് പറഞ്ഞാൽ ആ ഉദ്ധരിച്ചവർ മുഴുവനും ഇതിനെ നന്നായി കാണും. ഇവിടെ രണ്ട് വിഷയമാണ്. ഇവിടെ നവവി ഇമാമിന്റെ അഭിപ്രായത്തിൽ ഇത് എന്താണ്? അഹ്സനാണ്, അതെ, ഏറ്റവും ടോപ്പാണ്. മറ്റുള്ളവർ ഇതിനെ ഹസനായി കാണുന്നു. ഇതിനേക്കാൾ വലിയ ഗുഡ് സർട്ടിഫിക്കറ്റിന് എന്തിനാ വേണ്ടി? ഇത്ര നവവി ഇമാമിനെ അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ലോകത്ത്, ഇസ്ലാമിക ലോകത്ത് ഒരിക്കലും തള്ളപ്പെടാൻ സാധിക്കാത്തൊരു ഇമാമാണ് ഇമാം നവവി. ആ നവവി ഇമാം പച്ചയായിട്ട് പറയാ. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആയത്തോതിയിട്ട് നബി തങ്ങളെ ഖബറിങ്ങിൽ പോയിട്ട് വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, അങ്ങനെ ആ സംഭവം എന്ത് ചെയ്യാണ് ഇവിടെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. അങ്ങനെ നബി ഇമാം പറയാണ്, ആ വന്ന ആൾ എന്ത് ചെയ്യുന്നു? നബി തങ്ങളെ നേരിട്ട് വിളിച്ച് നബി തങ്ങളോട് പരാതിപ്പെടുന്നു. വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ നബിയെ അങ്ങയെ കൊണ്ട് ശുപാർശ തേടുന്നവനായ നിലയ്ക്ക് എന്റെ പാപം അങ്ങ് പൊറുക്കലിനെ തേടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹായത്തായിട്ട് എന്തായിരിക്കും? തന്റെ പാപങ്ങളൊക്കെ പടച്ചവൻ പുറത്തു തരണം എന്ന് ആവശ്യപ്പെടലായിരിക്കും. അത് നടത്തി ഏറ്റവും വലിയ ഇസ്തിഗാസ നടത്തിയിട്ട് പുണ്യ മദീനയിൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശരീരഭാഗങ്ങൾ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉത്തമനായ നബി എന്ന് വിളിച്ച് പുണ്യപ്രവാചകനെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് പാട്ടും ഈ ബൈത്ത് കാവ്യം ആലപിച്ചുകൊണ്ട് മൻസുറഫ അദ്ദേഹം അവിടുന്ന് പോയി. അങ്ങനെ പറയാണ്, ഉത്തുബി പറയാണ്, എന്ത് ഫഹാമലത്തിന് അയിനായ, പെട്ടെന്ന് എനിക്ക് ഉറക്ക് വന്നു. ഫറഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി നൗം, നബി തങ്ങളെ ഞാൻ ഉറക്കിൽ കാണുകയാണ്. ഫഖാല യാ ഉതുബിയു ഇൽഹഖിൽ അറാബിയ ഫബശ്ശിർഹു ബിഅന്ന അല്ലാഹു തആല ഖദ് ഗഫറ ലഹു, വേഗം അറാബിയോട് പോയിട്ട് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പാപമൊക്കെ പൊറുത്തിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുക. നബി തങ്ങളോട് സഹായം തേടിയെന്ന് മാത്രമല്ല അതിന് റിസൾട്ടും കിട്ടിയെന്ന് പച്ചയായിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നു. ഈ സംഭവം ഏറ്റവും നല്ലതാണ്. നമ്മൾ റസൂലുള്ളാഹിന്റെ ഖബറിന് പോയാൽ ഏറ്റവും നല്ല പറയാൻ പറ്റിയ വചനം ഇതാണെന്ന് പഠിപ്പിക്കുന്നു. മറ്റുള്ള എല്ലാ ഇമാമിങ്ങളും ഇത് ഹസനാണെന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നു.